അയാളെ ശ്രദ്ധിക്കൂ. അയാൾ വെറും ഒരു കളിക്കാരനല്ല, അടുത്ത ഇതിഹാസമാകേണ്ട താരമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹനുമ വിഹാരിയുടെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയെക്കുറിച്ച്. കൗമാരക്കാരനായിരുന്നപ്പോൾ മുൻനിരയിൽ ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട താരം. അതിനൊരു കാരണമുണ്ട്. വിരാട് കോഹ്ലിയെ പോലെ ബാറ്റ് ചെയ്യാൻ നിതീഷ് ആഗ്രഹിച്ചു. ഒരിക്കൽ BCCIയുടെ ഒരു പുരസ്കാര വേദിയിൽ നിതീഷ് കോഹ്ലിയെ കാണാൻ ശ്രമം നടത്തി. പക്ഷേ കോഹ്ലിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിതീഷിനെ തടഞ്ഞു. എന്നാൽ നിതീഷിലെ താരത്തെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. മുൻനിരയിൽ ബാറ്റ് ചെയ്യുന്നതിനൊപ്പം ആദ്യ ഓവർ പന്തെറിയാനും നിതീഷ് പഠിച്ചു. ഒരു മീഡിയം പേസറായി വളരും തോറും ഏത് റോളിലും കളിക്കാൻ കഴിയുന്ന താരമായി നിതീഷ് മാറി. ഓപ്പണിംഗ് ബാറ്റിംഗോ ബൗളിംഗോ ചെയ്യും. അവസാന ഓവറിൽ യോർക്കറുകളുമായി എത്താനും നിതീഷിന് കഴിയും. അങ്ങനെ ഒരു ഫുൾ പാക്കേജ് താരം. ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിന് വേണ്ടി ജോലി ചെയ്തിരുന്ന മുത്തല്ലിയ റെഡ്ഡിയാണ് നിതീഷിന്റെ പിതാവ്. ഒരിക്കൽ ഉദയ്പൂരിലേക്ക് മുത്തല്ലിയയ്ക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. മകന്റെ ക്രിക്കറ്റ് ആഗ്രഹത്തിന് വേണ്ടി ആ പിതാവ് ജോലി ഉപേക്ഷിച്ചു. ആ ത്യാഗത്തിന് മകൻ ഇപ്പോൾ വെടിക്കെട്ട് തീർത്ത് നന്ദി അറിയിക്കുകയാണ്. IPL-ൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. അവസാന പന്ത് വരെ വിജയപരാജയങ്ങൾ മാറിമറിഞ്ഞു. 2 റൺസിന് ഹൈദരാബാദ് വിജയം സ്വന്തമാക്കി. ഈ വിജയത്തിന് ഹൈദരാബാദിന്റെ കടപ്പാട് ഒരൊറ്റ താരത്തോടാണ്, ആന്ധ്രാക്കാരൻ നിതീഷ് കുമാർ റെഡ്ഡിയോട്. മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയത് സൺറൈസേഴ്സ്. ലഭിച്ചത് ഈ ടൂർണമെന്റിലെ തന്നെ മോശം തുടക്കം. ട്രാവിസ് ഹെഡ് 21, അഭിഷേക് ശർമ്മ 16, എയ്ഡൻ മാക്രം 0, രാഹുൽ ത്രിപാഠി 11, ഹെൻറിച്ച് കാൾസൺ 9 എന്നിങ്ങനെ നിരാശപ്പെടുത്തി. നിതീഷ് കുമാർ ഒറ്റയ്ക്ക് ഹൈദരാബാദിനെ ചുമലിലേറ്റി. പഞ്ചാബ് ബൗളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചു. ശിഖർ ധവാൻ പന്ത് സാം കരണിന് നൽകി. ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെ ബൗൺസർ എറിഞ്ഞാൽ പേടിക്കുമെന്നതാണ് വിദേശ ബൗളർമാരുടെ ചിന്ത. നിതീഷ് കുമാറിനെതിരെ സ്ലോവർ ബൗൺസർ പരീക്ഷിച്ച സാം കരൺ ബൗണ്ടറിയിലേക്ക് പറന്നു. ഹർപ്രീത് ബാറിനെ സ്വിച്ച് ഹിറ്റടിച്ച് നിതീഷ് തന്റെ പ്രതിഭയെ തെളിയിച്ചു. 4 4-ഉം 5 6-ഉം 37 പന്തിൽ 64 റൺസ്. ഹൈദരാബാദിനെ 150 കടത്തി നിതീഷ് പുറത്തായി. ആ ഒരൊറ്റ ഇന്നിംഗ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഹൈദരാബാദ് തകർന്നടിയുമായിരുന്നു. തിരക്കേറിയ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മധ്യനിരയിൽ നിതീഷും സ്ഥലം ആവശ്യപ്പെടുകയാണ്.